ഹായ് ഹോൾ. അപ്പോൾ ഇന്ന് എണ്ണയൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടിയിട്ടാണ്. അപ്പം ചിക്കന് ഉപ്പും മുളകും മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തതാണ്. അത് ആ ചിക്കൻ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ചിക്കൻ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ സവാള വഴറ്റുന്നത്. അപ്പം ഇതിനായി ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഇത് നല്ല കുറച്ച് വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. സവാള കുറച്ചൊന്ന് വാടി വന്നാൽ നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അധികം ചെറുതായിട്ടല്ല, കുറച്ച് വിലങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ഇല്ലെങ്കിലും പ്രശ്നമല്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലക്സ്, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണിന്റെ മേലെ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനായി കുറച്ച് മയോണൈസും അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി വേണം. അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് ഈ ബണ്ണിലൊന്ന് സ്പ്രെഡ് ചെയ്യേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ചെറിയ ബണ്ണാണ് വാങ്ങിയത്. ആദ്യം ബണ്ണിന്റെ മേലെ ഒരു കാൽഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ചൊരു ഹോൾസ് പോലെ ആക്കിയെടുക്കാം. അതേപോലെ നമ്മളെടുത്ത് വലിയ ബണ്ണാണ് ഉള്ളതെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ആക്കിയാൽ മതി. ഇത് ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് ചെറിയ ബണ്ണ് കണ്ടേരം വാങ്ങിയതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതായത് മയോണൈസും സോസും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മേലെ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന ഈ പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും ചെയ്യണേ. അതേപോലെ ലൈക്കും കമന്റും കൂടി ഒന്ന് ചെയ്യണേ. അപ്പം ഇതേപോലെയാണ് നിറച്ചു കൊടുക്കേണ്ടത്. നമുക്ക് ബാക്കിയുള്ളതിൽ ഇങ്ങനെ നിറച്ചു കൊടുക്കാം. അപ്പം ഞാനെല്ലാം നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലൊന്ന് പൊരിച്ചെടുക്കാം. ആദ്യം ഒരു ഫ്രൈ പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം ഓയിൽ മതി. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ പാനിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ചീസ് ഒന്ന് മെൽട്ടായി വന്നാൽ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നോമ്പിന് എണ്ണയൊന്നും ചേർക്കാതെ വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബൺ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്നാക്സ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമന്റും കൂടി ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.